സൂര്യൻ വീണ്ടും രൗദ്രഭാവം പൂണ്ടതോടെ ഭൂമിയിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. അതിശക്തമായ സൗരജ്വാലകൾ പുറപ്പെട്ടതിനെ തുടർന്ന് ISRO ഉൾപ്പെടെ ആഗോള ബഹിരാകാശ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഈ കാന്തിക സ്ഫോടനങ്ങൾ ഉപഗ്രഹങ്ങളെയും ടെലിവിഷൻ സിഗ്നലുകളെയും റഡാറുകളെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ബഹിരാകാശ ഏജൻസികൾ പറയുന്നത്. നിലവിൽ ഇന്ത്യയുടെ 50-ലധികം പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങൾ ISROയുടെ നിരന്തര നിരീക്ഷണത്തിലാണ്. റേഡിയോ ബ്ലാക്ക് ഔട്ടിന് വലിയ സാധ്യതയുണ്ടെന്നും ഏത് തകരാറും ഉടൻ പരിഹരിക്കാൻ സജ്ജമാണെന്നും ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഡയറക്ടർ AK അനിൽകുമാർ അറിയിച്ചു. ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഇതിനോടകം തന്നെ മിഷൻ കൺട്രോൾ സെൻ്ററുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സൂര്യപ്രതലത്തിലെ സങ്കീർണമായ ആക്റ്റീവ് റീജിയൻ 14366 എന്ന സൺസ്പോട്ട് ക്ലസ്റ്ററാണ് ഈ സൗരക്കൊടുങ്കാറ്റിന് കാരണം. ഫെബ്രുവരി 1-നും 2-നും ഇടയിൽ 4 പ്രബലമായ സൗരജ്വാലകളാണ് ഇവിടെ നിന്നുണ്ടായത്. ഇതിൽ ഫെബ്രുവരി 1-ന് രേഖപ്പെടുത്തിയ X8.1 ക്ലാസ് ജ്വാലയാണ് 2026-ലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും കരുത്തുറ്റത്. 1996-ന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ 20 സൗരജ്വാലകളിൽ ഒന്നാണിതെന്ന് നാസ സ്ഥിരീകരിച്ചു. ഏകദേശം ഓരോ 11 വർഷം കൂടുമ്പോഴും സൂര്യൻ ഇത്തരത്തിൽ അത്യന്തം സജീവമാകാറുണ്ട്. ഇതിനെ സോളാർ മാക്സിമം എന്നാണ് വിളിക്കുന്നത്. സൗരോർജ്ജ ജ്വാലകൾ പുറത്തുവിടുന്ന വൈദ്യുതകാന്തിക വികിരണങ്ങൾ പ്രകാശ വേഗതയിലാണ് ഭൂമിയിലെത്തുന്നത്. ഇത് മനുഷ്യ ശരീരത്തിന് നേരിട്ട് ദോഷകരമല്ലെങ്കിലും അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലുള്ള അയനോസ്ഫിയറിനെ ബാധിക്കും. ഇത് ഹൈ ഫ്രീക്വൻസി റേഡിയോ തടസ്സങ്ങൾക്കും നാവിഗേഷൻ സിഗ്നലുകളുടെ പാളിച്ചകൾക്കും കാരണമാകും. ഈ ആഴ്ച ജനുവരിയിൽ ലഡാക്കിലെ ഹാൻലെയിൽ ആകാശം ചുവന്ന നിറത്തിൽ കാണപ്പെട്ട അപൂർവമായ റെഡ് ഒറോറ പ്രതിഭാസവും ഇത്തരം സൗരപ്രവർത്തനങ്ങളുടെ ഫലമാണ്. കൊൽക്കത്ത IISERലെ പ്രൊഫസർ ദിവ്യേന്ദു നന്ദിയുടെ അഭിപ്രായത്തിൽ സൺസ്പോട്ട് 14366 അതിശക്തമായ കാന്തിക ഊർജം സംഭരിച്ചിരിക്കുകയാണ്. ഭൂമിയെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്ലാസ്മ പ്രവാഹം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഏത് നിമിഷവും അത് സംഭവിക്കാമെന്നതിനാൽ ശാസ്ത്രലോകം നിരീക്ഷണം തുടരുകയാണ്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ആദിത്യ L1 ആണ് ഈ സൗരക്കൊടുങ്കാറ്റിനെ മുൻകൂട്ടി കാണാൻ സഹായിക്കുന്നത്. ഇത് നൽകുന്ന തത്സമയ വിവരങ്ങൾ ISROയ്ക്ക് വലിയ കരുത്താണ്. ലഡാക്കിലെ പാങ്കോങ് തടാക തീരത്ത് 1000 കോടി രൂപ ചെലവിൽ നാഷണൽ ലാർജ് സോളാർ ടെലിസ്കോപ്പ് സ്ഥാപിക്കുമെന്ന് ഇക്കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുന്ന ഈ ദൂരദർശിനി സൂര്യൻ്റെ കാന്തിക മണ്ഡലങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ പഠനം നടത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.